അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കുന്നത് എന്നുള്ളത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഓർക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന പിന്നെ ആളുകളോട് മുഴുവൻ എന്തു വേണമെങ്കിലും ഇങ്ങനെ അതിനൊക്കെ മറുപടിയൊക്കെ പറയുന്ന തരത്തിലേക്കുള്ളൊരു സന്തോഷം എനിക്ക് പരിചയമുണ്ടായിരുന്നു. ആ മനുഷ്യൻ നമുക്ക് തന്നിട്ടുള്ള അടുപ്പങ്ങളും സ്നേഹവും ഉണ്ട്. അത് സന്തോഷിൻ്റെ മരണത്തിൽ വല്ലാതെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, ഒരു മനുഷ്യൻ ഇല്ലാതായി കഴിയുമ്പോഴാണ് അയാൾക്ക് എന്തുമാത്രം കഴിവുണ്ടായിരുന്നു, അയാൾ ഏത് രീതിയിലായിരുന്നു, അയാളെ എങ്ങനെ നമുക്ക് എത്തിക്കാമായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ, തിരുവനന്തപുരംകാരനുമായ സന്തോഷ് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വല്ലാതെ സംസാരിക്കുമായിരുന്നു. പറഞ്ഞപ്പോഴും സന്തോഷം എങ്ങും പോയില്ലല്ലോ, സന്തോഷം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മനസ്സ് കാണിച്ചൊരു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ കഴിഞ്ഞ് അതിങ്ങനെ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ്റെ വിയോഗം എന്നുള്ളത് സങ്കടം ഉണ്ടാക്കും. പോപ്പിൻസിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംവിധായകനും നടനും എഴുത്തുകാരനും അതുപോലെ തന്നെ മലയാളികൾക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. മധുപാൽ സാറാണ് നമ്മളൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യം ഇന്നത്തെ പ്രഭാതം നമ്മൾ കണ്ടത് നടനായ സന്തോഷ് നായരുടെ വിയോഗത്തോടു കൂടിയാണ്. അദ്ദേഹവുമായുള്ള ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ്. സന്തോഷിൻ്റെ നിര്യാണത്തിലെ അനുശോചനം അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം സന്തോഷം എനിക്ക് പരിചയമുള്ളത് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ്, സിനിമ അഭിനയിച്ച് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് എറണാകുളത്തുണ്ടായിരുന്നൊരു കാലത്ത് നമ്മുടെയൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ജെയ്സി സാറിൻ്റെയൊക്കെ ചില സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. സാജൻ്റെ സംവിധായകൻ ചക്കരയുമൊക്കെ എടുത്ത സാജൻ സാറിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ആ കാലത്തൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു. എന്ന് പ്രത്യേകിച്ച് ആനന്ദക്കുട്ടൻ എന്ന ക്യാമറാമാനൊക്കെ ഉണ്ട്. അപ്പം സന്തോഷിനെ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ജോവിയലായിട്ട് ഒരുപാട് സംസാരിക്കുന്ന, പിന്നെ ആളുകളോട് മുഴുവൻ എന്തു വേണമെങ്കിലും ഇങ്ങനെ അതിനൊക്കെ മറുപടിയൊക്കെ പറയുന്ന തരത്തിലേക്കുള്ളൊരു സന്തോഷം എനിക്ക് പരിചയമുണ്ടായിരുന്നു. കാലം കുറേ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു 2 സിനിമകളിൽ, അദ്ദേഹമുള്ള 2 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു സിനിമ അദ്ദേഹത്തോടൊപ്പം തന്നെ സീൻസുകൾ വരുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാന്ത്രികം എന്ന മോഹൻലാൽ സിനിമയായിരുന്നു. അതിനു മുമ്പ് അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന സിനിമയായിരുന്നു. ഈ 2 സിനിമകളിലും പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ വളരെ ജൂനിയർ തുടക്കമാണ് എൻ്റെയൊക്കെ. അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ആക്ടിങ്ങിലേക്ക് മാറിയ സമയമായിരുന്നു. അപ്പം ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രബലരായ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അന്നത്തെ കാലത്ത് പൊതുവേ പണ്ട് വളരെ ഈ പറഞ്ഞ സീനിയോറിറ്റി, ജൂനിയർ എന്ന് പറയുന്ന വിധത്തിലുള്ള കാറ്റഗറൈസേഷൻ്റെ എലമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതില്ലാതൊന്നും പറയുന്നില്ല, ഉണ്ടായിട്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പറയില്ല, നമ്മൾ ചെന്ന് നിന്നിരുന്ന് വർത്തമാനം പറയാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സന്തോഷ് ആ സമയത്തും ഒക്കെ നമ്മളെ കണ്ടിരുന്ന കാലത്തും ഇടപെടുന്ന കാലത്തുമൊക്കെ ഞാൻ തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ, തിരുവനന്തപുരംകാരനുമായ സന്തോഷ് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വല്ലാതെ സംസാരിക്കുമായിരുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ളൊരു സൗഹൃദമുള്ള, സ്നേഹമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് മിക്കവാറും അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിലാണ് പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതൊക്കെ. അന്നും കാണുമ്പോഴൊക്കെ സംസാരിക്കുകയും ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്നോട് സിനിമയ്ക്ക് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയൊക്കെ ചെയ്യുന്ന, നീയൊക്കെ വലിയ ആൾക്കാരായി പോയോ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് തന്നെ പറയുന്ന ഒരു അടുപ്പമുള്ള ഒരു തലത്തിലേക്ക് നീങ്ങിയിരുന്നു. അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കുന്നത് എന്നുള്ളത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഓർക്കുമ്പോൾ ആ മനുഷ്യൻ നമുക്ക് തന്നിട്ടുള്ള അടുപ്പങ്ങളും സ്നേഹവും ഉണ്ട്. അത് സന്തോഷിൻ്റെ മരണത്തിൽ വല്ലാതെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാനിപ്പോഴും അവിടുത്തെ പോലീസുകാരോടും ഒക്കെ ആയിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അദ്ദേഹവുമായി ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ സൗഹൃദ ബന്ധം ഉണ്ടായിരുന്ന സമയത്തുണ്ടായ എന്തെങ്കിലും നല്ലൊരു അനുഭവം പങ്കുവയ്ക്കാം. ഞാൻ മാന്ത്രികം സിനിമ ചെയ്യുന്ന സമയത്താണ് ശരിക്കും സന്തോഷിനെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് മോഹൻലാൽ എൻ്റെ കൂടെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ ഇരുന്ന് ഒപ്പം ഇരുന്ന് സംസാരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ വളരെ രസകരമായിട്ട് നമ്മളോട് പറയുമായിരുന്നു ഈ പഴയ കാലങ്ങളിലുള്ള
ഫൈറ്റേഴ്സും ഫൈറ്റ് മാസ്റ്ററും ധാരാളം ഫൈറ്റുകളൊക്കെ പുള്ളി ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാനന്ന് തുടക്കമാണ് എൻ്റെ ഒരു 3ാമത്തെ സിനിമയാണത് അഭിനയിക്കുന്ന. അപ്പം അത് 4ാമത്തെ സിനിമയാണ്. അപ്പം അഭിനയിക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന സമയത്ത് ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത്ര ഫൈറ്റൊന്നും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ നമ്മൾ സപ്പോർട്ടീവായിരുന്നു ആ മനുഷ്യൻ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, ഇപ്പോഴും ഈ അവസാന നാളുകളിലും അതേ ബന്ധം. ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇപ്പം ഈ മോഹിനിയാട്ടം എന്ന സിനിമയിൽ സന്തോഷം അഭിനയിക്കുകയും ഒരുപാട് ആളുകൾ ആ സിനിമ കണ്ടിട്ട് സന്തോഷിനെ കുറിച്ച് പറയുകയും ഒരു റീ എൻട്രി പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ വളരെ ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് ചെയ്തു പോയിട്ടുള്ളത്. ഒത്തിരി പേര് ആ ക്യാരക്ടർ സന്തോഷം തിരിച്ചു വന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പറഞ്ഞപ്പോഴും സന്തോഷം എങ്ങും പോയില്ലല്ലോ, സന്തോഷം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മനസ്സ് കാണിച്ചൊരു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ കഴിഞ്ഞ് അതിങ്ങനെ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ്റെ വിയോഗം എന്നുള്ളത് സങ്കടം ഉണ്ടാക്കും. അതെ, ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ കണ്ടിരുന്നു, അദ്ദേഹം മരണത്തെ പറ്റിയൊക്കെ പറയുന്ന. ഇപ്പൊ പറഞ്ഞതുപോലെ വല്ല സ്പിരിച്വലാണ് പുള്ളിയുടെ, ഭയങ്കര ഭക്തിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ടായിരുന്നു. വളരെയധികം ഭക്തിയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അല്പം വളരെ കൃത്യമായിട്ട് സമയത്തിലും നിയോഗത്തിലും കാര്യങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അസ്ട്രോളജി സ്വഭാവങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില ഏരിയകൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും പോളി ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു പൊതുബോധത്തിലേക്ക് കിട്ടും. ചിലപ്പോൾ പുള്ളിയുടെ നാട്ടിലും അടുത്ത ആൾക്കാർക്കും അറിയുമായിരിക്കും, പക്ഷെ പൊതുസ്ഥലങ്ങളിലേക്കൊന്നും അങ്ങനെ രീതിയിൽ സന്തോഷിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, ഒരു മനുഷ്യൻ ഇല്ലാതായി കഴിയുമ്പോഴാണ് അയാൾക്ക് എന്തുമാത്രം കഴിവുണ്ടായിരുന്നു, അയാൾ ഏത് രീതിയിലായിരുന്നു, അയാളെ എങ്ങനെ നമുക്ക് എത്തിക്കാമായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യരെ മറക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരും, ഒരുപാട് മനുഷ്യന്മാർ, എത്രയോ കഴിവുള്ള വ്യക്തികൾ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ അറിയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അവർക്ക് മാത്രം അറിഞ്ഞു പോകുന്നതും അത് പൊതുബോധത്തിലേക്ക് പൊതു സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റാതെ പോയിട്ടും മരിച്ചു കഴിയുമ്പോൾ ഒബിച്ചുറിയിൽ അതെല്ലാം എഴുതപ്പെടുമ്പോഴായിരുന്നു ഇത്രയും ഗംഭീരമായൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം എന്ന് നമ്മൾ അറിയുന്നത്. അതൊരു സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ കാരണം അപ്പോൾ ഉള്ള ആൾക്കാരെ മാത്രമാണല്ലോ എല്ലാ മീഡിയയ്ക്കും ആവശ്യമുണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലേക്കും എന്തെങ്കിലും ഇപ്പോൾ എന്ത് ട്രെൻഡിങ് എന്നുള്ളതാണ്, അത് മാത്രമാണ് നോക്കുന്നത്. ട്രെൻഡിങ്ങിൽ ഒന്നാമത് എന്നാണല്ലോ നമ്മുടെ ടാഗ് ലൈൻ പോലും. അപ്പോൾ ആ ട്രെൻഡിങ്ങിൽ ഒന്നാമതാകുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ശ്രമകരമായ ഒരു ജോലി എന്നുള്ളതാണ്.